എറണാകുളം തിരുവാങ്കുളത്ത് വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. തിരുവാങ്കുളത്തെ പാറമടയിലാണ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ചോറ്റാനിക്കര BHSC സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ആദിത്യയാണ് മരിച്ചത്. രാവിലെ കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറയുന്നു. പാറമടയുടെ കരയിൽ സ്കൂൾ ബാഗ് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, രാവിലെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടിയാണ്. പക്ഷെ അവിടെ നാട്ടുകാർ ഒരു സ്കൂൾ ബാഗ് ഒരു പാറമടയുടെ സമീപം കാണുന്നു. അവിടെ ഇപ്പോൾ ഒരു സംശയം തോന്നി പരിശോധിക്കുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടിയെ +1 വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്തെങ്കിലും സൂചനയുണ്ടോ? ഇത് ആത്മഹത്യ മറ്റോ ആണോ? എന്തെങ്കിലും ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ടോ ഡാനി? ടോം, ഇപ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്ന പ്രാഥമികമായ ഒരു നിഗമനം അല്ലെങ്കിൽ അവരുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന രീതിയിലാണ് പ്രാഥമികമായ ഒരു നിഗമനം വരുന്നത്. കാരണം സ്കൂൾ ബാഗ് സമീപത്തിൽ കിട്ടുന്നു. മാത്രവുമല്ല അവിടെ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപായപ്പെടുത്തലോ അങ്ങനെ നടന്നതായ യാതൊരു ലക്ഷണങ്ങളോ സൂചനകളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഈ അടുത്തിടെ ഒരു മാനസിക സംഘർഷത്തിനടിപ്പെട്ട പോലെ, പ്രത്യേകിച്ച് പാഠ്യവിഷയങ്ങൾ സംബന്ധമായ കാര്യങ്ങളെല്ലാം അങ്ങനെ കുറച്ച് ഒരു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു എന്ന രീതിയിലെല്ലാം തന്നെ മറ്റ് ചില സുഹൃത്തുക്കൾ പോലീസിനോട് അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എന്തായാലും വിശദമായി ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം കൃത്യതയോടുകൂടി ഇതിൻ്റെ ഒരു കാരണം പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്നത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ, ടീച്ചർമാർ എന്നിവരിൽ നിന്നെല്ലാം തന്നെ പോലീസ് വിവരശേഖരണം നടത്തുന്നുണ്ട്. ഒപ്പം ഈ ബാഗിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, അതായത് എന്തെങ്കിലും സൂചനകളായിട്ട് അവശേഷിക്കുന്നുണ്ടോ എന്നെങ്കിലും എല്ലാം തന്നെ ആ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ കുറിപ്പോ മറ്റോ അവശേഷിക്കുന്നുണ്ടോ എന്നത് ആ പോലീസ് പരിശോധിച്ച് വരികയാണ്. അത്തരം കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി ഒരു സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവം വല്ലാതെ ഒരു പ്രദേശത്ത് ഞെട്ടിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് പാറമടകളുണ്ട്. ഈ ഭാഗത്തേക്കെല്ലാം കടന്നു പോകുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് മാമല ആ ഭാഗം കണ്ടുകൊണ്ടാണ് ഈ പാറമടകളുള്ളത്. അപ്പോൾ ചിലത് ഉപയോഗശൂന്യമായതും ചിലതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതുമായ ചില പാറമടകളെല്ലാം തന്നെയുണ്ട്. ക്ഷമിക്കണം. അതിലൊന്നിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണുന്നത്. സ്കൂളിലേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. സമീപവാസികളെല്ലാം തന്നെ ബാഗുമായിട്ട് പോകുന്നത് കണ്ടവരുണ്ട്. പിന്നീടാണ് ഇങ്ങനെ ബാഗ് അവശേഷിക്കുന്ന രീതിയിൽ കാണുകയും പിന്നീട് നടത്തിയ തിരച്ചിലാണ്, രാവിലെ തന്നെ ഏറെ വൈകാതെ തന്നെ നടത്തിയ തിരച്ചിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത്. അവിടെ ആ പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ സ്ഥലത്തെത്തി, നാട്ടുകാരെല്ലാം തന്നെ എത്തിച്ചേർന്നു. ഇതിന് ശേഷമാണ് ആ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. ഏതായാലും ആ പോലീസ് ഈ സംഭവം സംബന്ധിയായ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളിൽ നിന്ന്, അതോടൊപ്പം തന്നെ ചോറ്റാനിക്കര VHSSലെ +1 വിദ്യാർത്ഥിനിയാണ്. അവിടെ ടീച്ചർമാരിൽ അധ്യാപകരിൽ നിന്നെല്ലാം തന്നെ വിവരശേഖരണം നടത്തുന്നുണ്ട്. സഹപാഠികളിൽ നിന്നെല്ലാം തന്നെ കാര്യങ്ങൾ ഈ പെൺകുട്ടിക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അത് അത്തരം എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടോ മറ്റോ വിഷമങ്ങൾ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ സുഹൃത്തുക്കളോടോ പങ്കുവച്ചിരുന്നോ? എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? കാരണം വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ പെൺകുട്ടി ആദിത്യ എങ്ങനെയായിരുന്നു? ഏതെങ്കിലും മാനസിക പ്രയാസത്തിലായിരുന്നോ? ടോം, ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കുട്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത് പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സ്കൂളിലെ അധ്യയനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഉള്ള ഒരു പ്രയാസങ്ങളായിരുന്നുവെന്ന് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ആധികാരികത ലഭിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ സഹപാഠികളിൽ നിന്ന്, അധ്യാപകരിൽ നിന്നെല്ലാം കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ, സുഹൃത്തുക്കളോട് ഏതെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നതെല്ലാം
പോലീസ് പരിശോധിച്ചു വരികയാണ്. കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോഴേക്കും വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ വരും. ഏതായാലും പ്രാഥമികമായ ഒരു നിഗമനം എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന രീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനവും. ഒപ്പം പുറത്ത് വരുന്ന ഒരു തെളിവുകളും എല്ലാം തന്നെ അത്തരം കാര്യങ്ങളാണ്, സൂചനകളാണ് നൽകുന്നത്. പോലീസ് ബാഗ് വിശദമായിട്ട് പരിശോധിക്കും. അതിൽ ചില കാര്യങ്ങൾ, ഒരു കത്ത് പോലെ ചില സൂചനകൾ കണ്ടെത്തുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. കൂടുതലും പാഠ്യവിഷയങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ കുട്ടികളോട് സഹപാഠികളോട് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വൈകാതെ തന്നെ കാര്യങ്ങൾ എത്തും. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആദിത്യ എന്ന +1 വിദ്യാർത്ഥിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നാണോ പ്രയാസങ്ങൾ നേരിട്ടത്? ചില മാനസിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിരുന്നതായി സഹപാഠികൾ, കൂട്ടുകാരും പറയുന്നുണ്ട്. പക്ഷെ വിശദമായി പോലീസ് മാതാപിതാക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുക്കുകയാണ്. എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതെന്ന് വിശദമായി തന്നെ പരിശോധിക്കണം. ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഇതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.